Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിഫറൻസ് ട്രഡീഷണൽ മെത്തേഡ് വേഴ്സസ് മോണ്ടിസോറി മെത്തേഡ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? അതോടെ നമ്മുടെ പോർഷൻ കംപ്ലീറ്റ് അല്ലേ? പാർട്ട് 1 2 നമ്മൾ കംപ്ലീറ്റ് ആണ്. പാർട്ട് 3 ഇനി ഏതെങ്കിലും ചാപ്റ്റർ കംപ്ലീറ്റ് ആവാനുണ്ടോ? ആരെങ്കിലും ഒരാൾ പറയോ പാർട്ട് 3 ഏതെങ്കിലും ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനുണ്ടോന്ന്? മോണ്ടിസോറി ടൈംസോ ഏത് പ്രൊജക്ട് ടീച്ചർ എടുത്തോണ്ടിരിക്കുന്നേ? മിസ്സേ എനിക്ക് മോണ്ടിസോറി ടേംസ് എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? അതെ മിസ്സേ, എനിക്ക് ലാസ്റ്റില് 4 പാർട്ടിലെ 5th ചാപ്റ്ററും 7th ചാപ്റ്ററും മാത്രമേ ഉള്ളൂ. അതില് ഇപ്പം 7th ചാപ്റ്റർ എടുക്കുന്നുണ്ട്. മെൽറോസ് മാം 5th ചാപ്റ്റർ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 ക്ലാസ്സിൽ ഞാൻ കേറിയിട്ടില്ല, അതിന്റെ ഒരു ഡൗട്ട് ഉണ്ട്. 5th ചാപ്റ്റർ ഡെവലപ്മെന്റ് പ്രൊഫൈൽ മാത്രമേ എടുക്കാനുള്ളൂ അല്ലെ? അതെ മിസ്സേ. അത് ഞാൻ എടുക്കാം കേട്ടോ. വേറെ ആരും എടുത്തിട്ടില്ലാലോ ഡെവലപ്മെന്റ് പ്രൊഫൈല്? ഡെവലപ്മെന്റ് പ്രൊഫൈൽ എടുത്തിട്ടുണ്ട്. ആണോ? ശ്രുതി മിസ് എടുത്തതാ മിസ്സേ. അത് എന്നോട് അങ്ങനെ പറഞ്ഞത് അശ്വിനി മിസ് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തന്നെ പറഞ്ഞത്. അപ്പൊ ഞാൻ അതാണ് എടുത്തതാണ് മിസ്. ഞാൻ ആ ക്ലാസ് കേറിയില്ല മിസ്, അതാണ് ഞാൻ ചെറിയൊരു ചാപ്റ്റർ പെട്ടെന്ന് കംപ്ലീറ്റ് ആവും. അത് കംപ്ലീറ്റ് ചെയ്താണ് മാം. ശ്രുതി മിസ് കംപ്ലീറ്റ് ആക്കിയതാ. ഓക്കെ, അത് പെട്ടെന്ന് കംപ്ലീറ്റ് ആവുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, ടേംസ് ആണ് ഡിഫറൻസ് എടുക്കാനുള്ളത്. അത് ഒരു ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ആവുന്ന ഒരു ചാപ്റ്റർ ആണ്. യൂണിറ്റ് 7 കൂടി ഉണ്ടല്ലേ? സ്റ്റാർട്ട് ചെയ്തോ അശ്വിനി മിസ്? യൂണിറ്റ് 7 കംപ്ലീറ്റ് ആയോ? മിസ് യൂണിറ്റ് 7 എടുത്തോണ്ടിരിക്കുന്നതാണ് ഇപ്പൊ. ഓക്കെ, അപ്പൊ അതും കൂടി നമുക്കുള്ളൂ. നെക്സ്റ്റ് നമുക്ക് മിക്കവാറും ഈ ഒരു വീക്കോട് കൂടിയായിരിക്കും നമുക്ക് സ്റ്റഡി ലീവ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മള് പാർട്ട് 3 and 4 നമ്മള് എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തില്ലേ? ചെയ്തോ? ചെയ്തില്ലേ? ഓക്കെ. ഇനി ജസ്റ്റ് ഒരു മിനിറ്റ്, ആക്ടിവിറ്റീസ് എല്ലാവരുടെയും കംപ്ലീറ്റ് അല്ലേ? കുറച്ചുകൂടി ബാലൻസ് ഉണ്ട് മിസ്സേ എനിക്ക്. ഓക്കെ, അപ്പൊ അതൊന്ന് കംപ്ലീറ്റ് ആക്കാട്ടെ എല്ലാവരും. ആക്ടിവിറ്റീസും കാര്യങ്ങളും മാക്സിമം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് വൈവയുടെ ടൈമിൽ എങ്ങനെയാണ് ടീച്ചേഴ്സിന് ആക്ടിവിറ്റീസും കാര്യങ്ങളും കാണിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നപ്പോ വൈവ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്റെ വൈവ് അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അന്ന് 11th ബാച്ചിലാണ് ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്ത മിസ്സേ. സുചിത മോനെ പേരെന്താ? ഞാൻ വൈവ് അറ്റൻഡ് ചെയ്തില്ല അല്ലെ? ഓക്കെ. ഗ്രൂപ്പിലൊന്ന് മെസ്സേജ് ഇടണം കേട്ടോ. അപ്പൊ മിസ്സിന്റെ വൈബ് അറ്റൻഡ് ചെയ്തവരൊന്ന് മിസ്സിനൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ, മിസ് ആയിരിക്കും, കാരണം ഞാൻ അന്ന് വൈബ് അധികം കൊടുത്തിട്ടില്ല. ഒന്ന് വൈബ് കംപ്ലീറ്റ് ആവാത്തവരുണ്ട് കുറച്ച് പേര്. ആരാണ്? മുംതാസ് മാത്രമേ ഉള്ളൂ. മുംതാസിനോട് എന്തൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. അറിയോ? കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി കേട്ടോ. ദെൻ നമ്മള് വൈവയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഫസ്റ്റ് പാർട്ടുകളെ കുറിച്ച് ഞാൻ എടുത്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? അശ്വതി മാം പറഞ്ഞിരുന്നു ക്ലാസ്.
അശ്വതി മാം ലീവാടാ, അതുകൊണ്ടാ. മാം ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നേ, കുറച്ച് പേരെടുത്ത് ചെയ്യാൻ നമ്മുടെ മോണ്ടിസോറി ആക്ടിവിറ്റികള്. ഓക്കെ, അത് നെക്സ്റ്റ് ഈ വരുന്ന വെനസ്ഡേയിലേക്ക് ആക്കിയിട്ടുണ്ട് ക്ലാസ്. വെനസ്ഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ആയിട്ട് ക്ലാസ് എടുക്കും അശ്വിനി സർ. ഓക്കെ, അപ്പൊ നമ്മള് ടേം എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലേ. ടേം എക്സാമിന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ നമ്പേഴ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എത്ര ക്വസ്റ്റ്യൻസ് വരുന്നത്? പാർട്ട് 3യിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ്, പാർട്ട് 4ൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ആണ്? 15 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ടോട്ടല് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോറി, 50 ക്വസ്റ്റ്യൻസ് ആണ്. 10 മാർക്കിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടാവും. ടോട്ടൽ 50 ആയിരിക്കും നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിന് എണ്ണം. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചിട്ടായിരിക്കും ക്യാരി ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിലായിരിക്കും ടേം എക്സാമിന് വരുന്നത്. നമ്മള് പേപ്പർ ഒന്നും കൂടി പറയോ? പാർട്ട് 3 എത്ര ക്വസ്റ്റ്യൻസ്? പാർട്ട് 3 25. അത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഭാഗമാണ് ഇത് പാർട്ട് 3 അല്ലെ? നമ്മൾ പഠിച്ചപ്പോൾ തന്നെ നമുക്ക് തോന്നിയില്ലേ പാർട്ട് 3 കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. നമുക്ക് കുറെ ചാപ്റ്റേഴ്സ് യൂണിറ്റ് മോക്ക് ടെസ്റ്റ് തന്നിട്ടില്ലല്ലോ. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞ് നോട്ട് ചെയ്യായിരുന്നു. കുറച്ച് നോക്കട്ടെ ഞാന്. എന്റെ ഇതിന് മോക്ക് ടെസ്റ്റ് കിട്ടാത്തുണ്ടോ? എന്റെ ഇതിൽ മോക്ക് ടെസ്റ്റ് ഇടാത്തതെന്ന് പറയണോ? ലാസ്റ്റ് ഞാൻ കൊടുത്ത മോക്ക് ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്താ ഞാൻ അതായത് മിസ്സുമാരോട് പറഞ്ഞേക്കാം. മോക്ക് ടെസ്റ്റ് കിട്ടാത്തത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ നമ്മള് ടേം എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് പാർട്ട് 3 ആണ്. പാർട്ട് 3യിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ദെൻ നമ്മള് മെയിൻ എക്സാമിലേക്ക് വരുമ്പോൾ നമുക്ക് എത്ര പേപ്പേഴ്സ് ആണെന്ന് അറിയാമോ ഡിപ്ലോമയ്ക്ക്? ഏഴാണ്. 6 പേപ്പറാണ്. പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4, പേപ്പർ 5, പേപ്പർ 6 അങ്ങനെ 7 പേപ്പേഴ്സാ വരുന്നത്. ഓരോ പേപ്പറിനും പേരിട്ട് പേപ്പർ 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 8 വരെയാണ് പേപ്പർ 1ൽ വരുന്നത്. ഓക്കെ, പേപ്പർ 2 എന്ന് പറയുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് അല്ലെ? ചൈൽഡ് ഡെവലപ്മെന്റ് എത്ര ഡെവലപ്മെന്റുകൾ നിങ്ങൾ പഠിച്ചു? ജസ്റ്റ് നോക്കിയെടുത്തേ, എത്ര ഡെവലപ്മെന്റുകൾ പഠിച്ചു? ഫിസിക്കല്, സോഷ്യൽ, പിന്നെ കോഗ്നിറ്റീവ്, ലാംഗ്വേജ്. ഓക്കെ, ലാംഗ്വേജ് വരെ 5 യൂണിറ്റ് ആണല്ലേ നമ്മൾ പഠിച്ചത് ഡെവലപ്മെന്റ് ഭാഗമായിട്ട്. അപ്പൊ ആദ്യത്തെ 5 യൂണിറ്റ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ആണ്, ചൈൽഡ് ഡെവലപ്മെന്റ് എന്നാണ് ആ പേപ്പർ 2ന്റെ പേര്. അപ്പോ ഓരോ ചാപ്റ്ററിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും നമുക്ക് എക്സാമിന് വരുന്നത്. ആ ഓരോ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് നോക്കിയിട്ട് ആയിരിക്കും വരുന്നത് ഫുള്ളും. ആ ഒരു 5 യൂണിറ്റിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, 5 യൂണിറ്റിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് വരും. നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. കാരണം ഫസ്റ്റ് യൂണിറ്റ് 1 മുതൽ 8 വരെയാണ് 50 ക്വസ്റ്റ്യൻസ് എങ്കിൽ, പിന്നെ വരുമ്പോ 5 ചാപ്റ്ററിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ വരും? 5 ക്വസ്റ്റ്യൻ അല്ല, 5 ചാപ്റ്ററിനും കൂടി 50 ക്വസ്റ്റ്യൻസ് വരും. പിന്നെ സൈക്കോളജി എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്, യൂണിറ്റ് 6 മുതൽ യൂണിറ്റ് 10 വരെ അല്ലെ? അതിനും ഇതേപോലെ തന്നെ 50 ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് പേപ്പർ 3. പേപ്പർ 3 ഏതാണ്? സൈക്കോളജി കേട്ടോ. ഓക്കെ ആണോ? ഇനി പേപ്പർ 4 നിങ്ങൾക്ക് ലിസ്റ്റ് ഉണ്ടോ കയ്യില്? പേപ്പർ 4, പേപ്പർ 5 ലിസ്റ്റ് കയ്യിലുണ്ടോ? ഇല്ല, ഉണ്ട്. എനിക്ക് അവര് ടൈം ടേബിള് തന്നപ്പോ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന യൂണിറ്റ് ആണെന്നുള്ളത് ഉണ്ടായിരുന്നു. ഓക്കെ,
അപ്പോ പേപ്പർ 4 എന്ന് പറയുന്നത് യൂണിറ്റ് പാർട്ട് 3 യൂണിറ്റ് 1, 3, 4, 5, 6 ആണ് പേപ്പർ 4 വരുന്നത്. ഏതൊക്കെയാണ്? 1, 3, 4, 5, 6 5 യൂണിറ്റുകളാണ് പേപ്പർ 4 വരുന്നത്. പേപ്പർ 5 വരുമ്പോൾ 2, 7, 8, 9, 10. 2, 7, 8, 9, 10. അത്രയും ക്വസ്റ്റ്യൻസ് ആണ് കോമൺലി പാർട്ട് 3യിൽ നിന്ന് 2 പാർട്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. പേപ്പർ 4ഉം പേപ്പർ 5 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റുകൾ നോക്കി പഠിക്കാം. പിന്നെ പേപ്പർ 6 ഇതാണ് നമ്മളുടെ പാർട്ട് 4 ഫുൾ ആണ്, കംപ്ലീറ്റ് ആണ്. പിന്നെ പേപ്പർ 7 സോറി ഇംഗ്ലീഷിന്റെ കാര്യം വിട്ടുപോയിട്ടാ. ഇംഗ്ലീഷിന്റെ പേപ്പർ 7 ആണ് ഇംഗ്ലീഷ്. അതിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് വരുന്നത്. അങ്ങനെ നമുക്ക് ഡിപ്ലോമയ്ക്ക് ഫുൾ എത്രയാണ്? 7 പേപ്പേഴ്സും PGക്ക് എക്സ്ട്രാ 2 പേപ്പർ കൂടി വരും അല്ലെ. മേ ബി PGയുടെ എക്സാം ചിലപ്പോ കുറച്ച് വൈകിയായിരിക്കും. ഡിപ്ലോമയുടെ എക്സാം കഴിഞ്ഞ് ചിലപ്പോ വൈബയും കഴിഞ്ഞിട്ടായിരിക്കും PGയുടെ എക്സാം വരുന്നത് കേട്ടോ. ഓക്കെ, മാം ജനുവരി ആവോ നമ്മുടെ ഇത് വരുമോ? PG എക്സാം വരുമോ? മേ ബി ജനുവരിക്ക് ആയിരിക്കും. കാരണം ജനുവരി ഡിസംബർ ലാസ്റ്റ് ആയിരിക്കും. ജനുവരി ആയിരിക്കും ഇവിടെ. ആണോ? അന്ന് മാം പറഞ്ഞത് ഈ എക്സാം കഴിഞ്ഞിട്ട് ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഒരു ആഴ്ച കഴിഞ്ഞിട്ട് വരും പറഞ്ഞിട്ടുണ്ടായിരുന്നേ PG. കാരണം ഞാൻ ക്യാരിങ് ആണേ, അപ്പൊ എന്റെ ഡേറ്റ് വരുന്നത് ഡിസംബർ ലാസ്റ്റാ. അപ്പൊ ഞാൻ 9th കൂടെ പറ്റാണെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, PG ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ PG ഇപ്പൊ ക്ലാസ് ഓൾറെഡി കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ വൈവിങ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ജനുവരിയില് വരണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഡിസംബർ 28 വരാണെങ്കിൽ ഇത്തിരി ഇതാണ്. എന്റെ ഡേറ്റ് അങ്ങനെ വരുന്നേ. ഡിസംബർ 28 ഡ്യൂ ഡേറ്റ് വരുന്നത്. അപ്പൊ ആ ഒരു സമയത്തായിരിക്കും എന്ന് പറഞ്ഞു PG. ജാനുവരി 12 ആണ് ഡേറ്റ് കറക്റ്റ് ആയിട്ട് വരാണെങ്കിൽ ജാനുവരി 12 MPTMന്റെ എക്സാം വരേണ്ടത്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ജനുവരിയിലേക്കായിരിക്കും നിങ്ങളുടെ PGയുടെ എക്സാം വരുന്നത് കേട്ടോ. MT9ന്റെ കേസിലാണെങ്കിൽ ഡിസംബർ, അത് ഓക്കെ, ഡിസംബറിലേക്ക് വരെയായിരിക്കും. ഡിസംബർ 13 ഒക്കെ കഴിയുമ്പോൾ ഡിസംബർ 13 നിങ്ങളുടെ ഏത് എക്സാം ആണ്? നമ്മളുടെ ഡിപ്ലോമയുടെ എക്സാമിന്റെ ഒപ്പം തന്നെ ചിലപ്പോൾ PGയുടെ എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഡിപ്ലോമയും MT9ന്റെ PG ചിലപ്പോൾ ഡിസംബർ ഹാഫ് വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യോടാം. ഓക്കെ ആണെങ്കിൽ ഒന്ന് PROനോട് കോണ്ടാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ മിസ്സിനോട് എന്തായാലും മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാം ഇപ്പൊ ജനുവരി എന്ന് പറഞ്ഞാൽ ചോദിച്ചതാ. ജനുവരിയിൽ നിങ്ങളുടെ PGയുടെ എക്സാം വരുന്നത് കേട്ടോ. MT9ന്റെ ഡിസംബറിലായിരിക്കും. മേ ബി ലാസ്റ്റ് വീക്കിലേക്ക് പോകില്ല എന്ന് തോന്നുന്നു. ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ മാം, താങ്ക്സ്. മിക്കവാറും ഈ ഒരു വീക്കിനുള്ളിൽ തന്നെ അനൗൺസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അനൗൺസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആഷ്മിനെ കോണ്ടാക്ട് ചെയ്യാം. ആഷ്മിയുടെ കയ്യിൽ എന്റെ നമ്പർ ഉണ്ടോ? ഇല്ല മാം. ആണോ? അല്ലെങ്കിൽ ജിഷ് ടീച്ചറിനോട് പറഞ്ഞാൽ മതി. മാമിനോട് പറഞ്ഞാൽ മതി കേട്ടോ. MT9ന്റെ എക്സാം PGയുടെ എക്സാം വരുമ്പോൾ ഒന്ന് പറയാനായിട്ട്. അല്ലെങ്കിൽ MT9ലെ കുട്ടികളുടെ നമ്പർ ഉണ്ടോ? ഇല്ല ജിഷ മാമിന് ഓൾറെഡി മെസ്സേജ് അറിയാം, മാമിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാം പറഞ്ഞത് 9th കൂടെ എഴുതാൻ പറ്റാൻ നമുക്ക് എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ഡിസംബർ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നെ. നമ്മുടെ ഡിപ്ലോമ കഴിഞ്ഞ് കറക്റ്റ് 1 വീക്ക് കഴിയുമ്പോഴേക്കും PG വരും എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ 17 ഞങ്ങളുടെ എക്സാം കഴിയും ഡിപ്ലോമ. അപ്പൊ ഒരു 20 സംതിങ് ഡേറ്റ് വരുന്നത്. അപ്പോഴാ മാം പറഞ്ഞേ 9th കൂടെ വേണമെങ്കിൽ നമുക്ക് എഴുതാന്ന്. പക്ഷെ പോർഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ, പോർഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ എന്തായാലും ഡിസംബർ പകുതിയാവും. മാം ജനുവരി പറയുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. വൈവ് എന്ത് ചെയ്യും? വൈവിയും ഡിസംബറിൽ വരില്ല. ഡിസംബറിലേക്ക് ചിലപ്പോൾ എക്സാം കഴിയുമ്പോഴേക്കും വരും. അപ്പൊ വൈവേ ഇനിയിപ്പോ നമ്മൾക്ക് എക്സാം ഏതെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി വരുന്ന ബാച്ചുകളുടെ ഒപ്പായാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. പിന്നീട് വരുന്ന ബാച്ച് ആയാലും ഇപ്പൊ നിങ്ങളുടെ കഴിഞ്ഞ് നിങ്ങളുടെ ഒപ്പം തന്നെ MT11 അത് കഴിയുമ്പോൾ MT11ന്റെ എക്സാം വരും. അതായാലും അങ്ങനെ നമുക്ക് പ്രശ്നമില്ല. ഈ ഒരു ബാച്ചിലേക്ക് മാറുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കൂല കേട്ടോ. അത് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി.
മാമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ അറേഞ്ച് ചെയ്ത് തരും. ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് കേട്ടോ. ഓക്കെ, നമ്മള് ഇത്രയും പേപ്പേഴ്സ് ആണ് വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട്. മാം യൂണിറ്റ് ടെസ്റ്റ് ഞാൻ നോട്ട് ചെയ്തത് 3rd ടേമില് 2nd യൂണിറ്റ്. ആശ്മി ഇത് നോക്കണം കേട്ടോ, ഞാൻ പറയുന്നതിൽ മിസ്റ്റേക്ക് പറയണത്. 2nd ടേമില് അല്ല 3rd ടേമില് 2nd യൂണിറ്റും തന്നിട്ടില്ല, 3rd യൂണിറ്റും തന്നിട്ടില്ല. പക്ഷെ ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. 3rd യൂണിറ്റ് 7 യൂണിറ്റ് 7 യൂണിറ്റ് 10, അതായത് ജിഷ മാമിന്റെ ജിഷ മാമിന്റെ ആണ് 3rd-ഉം 10th-ഉം വരുന്നത്. ജിഷ മാമിന്റെ ചാപ്റ്റർ യൂണിറ്റുകളാണ് നമുക്ക് മോക്ക് ടെസ്റ്റ് കിട്ടുന്നത്. എന്റെ നമ്മള് യൂണിറ്റ് 2 ഞാൻ മോക്ക് ടെസ്റ്റ് തരണമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിൽ ഇടും കേട്ടോ. 3-ഉം 7-ഉം 10-ഉം വരുന്നത് ജിഷ മാമിന്റെ ആണ് യൂണിറ്റ് മറ്റേ 3rd ടേമില്. 4th ടേമില് വരുന്നത് യൂണിറ്റ് 3, യൂണിറ്റ് 4, യൂണിറ്റ് 5, 6, 7, 8 അത്രയും തന്നിട്ടില്ല. ഞാൻ നോട്ടിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയട്ടെ വേറെ ആരെങ്കിലും. 1-ഉം 1, 2, 9, 10 മാത്രമാണ് 4th ടേമിൽ തന്നിട്ടുള്ളൂ യൂണിറ്റ് ടെസ്റ്റ്, ബാക്കിയെല്ലാം തന്നിട്ടില്ല. അങ്ങനെയാണോ? പാർട്ട് 4 ഉദ്ദേശിച്ചത്. പാർട്ട് 4 പാർട്ട് 4 ഒന്ന് നോട്ട് ചെയ്തേ കേട്ടോ. പാർട്ട് 4 3, 4, 5, 6, 7, 8. 3, 4 കമ്മ്യൂണിക്കേഷൻ തന്നിട്ടില്ല. 5, 6, 7, 8. ഇനി വല്ല മാറ്റം ഉണ്ടെന്ന് വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. 8 തന്നിട്ടുണ്ട്, ഗുഡ് മാനേഴ്സിന്റെ തന്നിട്ടുണ്ട്. ആണോ? ഓക്കെ. ബാക്കിയെല്ലാം ഇല്ലല്ലോ, ബാക്കിയൊന്നും ഇല്ലല്ലോ. പിന്നെ യൂണിറ്റ് 2, 3, 10 അത് ജസ്റ്റിസ് ആണ്. 2, 3, 4, 5, 6, 7 ആണ് മാം. അല്ലടാ, ഞാൻ ഉദ്ദേശിച്ചത് പാർട്ട് 3 ടൈപ്പ് ചെയ്ത യൂണിറ്റ് 2, 3, 10 നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാനോട് പറയാം. ചിലപ്പോൾ ടീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോ ടെക്നിക്കൽ ടീമിന് അപ്ലോഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇതായിരുന്നതായിരിക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് വിട്ടുപോയതാവാം. ഓക്കെ, ഇന്ന് കുറെ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട്. എന്റെ ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടായിരിക്കും അല്ലെ? അശ്വതിന്റെ ക്ലാസ് ആണ് എക്സ്പെക്ട് ചെയ്ത് വന്നതാണോ? എല്ലാവരും ഒരുമിച്ചൊന്നും കാണാറില്ല. മിസ് നമുക്ക് ഇത് തന്നിട്ടുണ്ടായിരുന്നേ, വർക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഈ വരുന്ന വെനസ്ഡേ ആയിരിക്കും അശ്വതി മിസ്സിന്റെ ക്ലാസ്. ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ടാണ് ഒരു എമർജൻസി പെട്ടെന്ന് വന്നുകൊണ്ടാണ് ഞാൻ മിസ്സിന്റെ ക്ലാസ് എടുത്തത്. ഈ വരുന്ന വെനസ്ഡേ ആയിരിക്കും അശ്വതി മിസ്സിന്റെ ക്ലാസ്. മിലോ മിസ്സിന് പകരം അശ്വതി മിസ് കയറും. എന്റെ ക്ലാസ് ഫ്രൈഡേ വരുന്ന എന്റെ ക്ലാസ്സിന് പകരം മിലോ മിസ് കയറും, മിൽഡോസ് മിസ്സും കയറും കേട്ടോ. ഏതെങ്കിലും ചാപ്റ്റേഴ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കോമൺ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വെക്കട്ടെ. എല്ലാവരും ഫ്രീ അല്ലേ? പറയുമ്പോ ആൻസർ ചെയ്താൽ മതി. നമ്മുടെ ഈ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് കോഴ്സ് എടുത്ത സമയത്തുള്ള നിങ്ങളാണോ ഇപ്പോ കോഴ്സ് ഒക്കെ എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ നിങ്ങളുടെ എന്താ പറയാ ക്യാരക്ടർ ആയാലും ബിഹേവിയർ ആയാലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? മിസ് എങ്ങനെയാ ഉദ്ദേശിച്ചത്? നമ്മൾക്ക് ക്ലാസിന്റെ കാര്യമോ പഠിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ പൊതുവെയുള്ള കാര്യങ്ങളാണോ? പൊതുവെയുള്ള കാര്യം, കോമൺ ആയിട്ട് നമ്മുടെ ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? കോഴ്സ് എടുക്കുന്ന മുമ്പുള്ള നിങ്ങളും കോഴ്സിന് ശേഷം ഇപ്പൊ നമ്മൾ ഏകദേശം നിങ്ങള് ഇപ്പൊ എന്താ പറയാ മോണ്ടിസോറി ഫാക്കൽറ്റീസ് ആയിട്ട് തന്നെ മാറി. ഞാൻ സർട്ടിഫിക്കറ്റ് കൂടി എക്സാം എഴുതണം, സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം ആ ഒരു രീതിയിലേക്ക് ഡെവലപ്ഡ് ആയി എന്നാണ് എന്റെ ഒരു ഇത്. അപ്പോ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ നമ്മുടെ ക്യാരക്ടറിൽ? ക്യാരക്ടറിൽ എന്നെ ബേസ് ചെയ്ത് നിൽക്കണമെങ്കിൽ ക്യാരക്ടറിൽ മാറ്റങ്ങൾ
കുറച്ചുകൂടി കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി കുറച്ചുകൂടെ വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ജോബ് ഈ ഒരു ടീച്ചർ ആവണം എന്നുള്ളത് കുറച്ചും കൂടെ ഒന്ന് തലയിലേക്ക് കൂടുതലായിട്ട്, നമുക്ക് നേരത്തെ ഉണ്ട് ആ ഒരു പാഷൻ, പക്ഷെ അത് കുറച്ചുകൂടെ എത്രയും പെട്ടെന്ന്, കാരണം ഇതിന്റെ ഈ മോണ്ടിസോറിയുടെ മെറ്റീരിയൽസും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി അവരെങ്ങനെയാണ്, കാരണം നമുക്ക് റിയാലിറ്റിയിൽ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ആങ്സൈറ്റി ഉണ്ട്. പിന്നെ മുമ്പ് എനിക്ക് ഇല്ലാതിരുന്നല്ല, കുറെ കാലം ഇല്ലാതിരുന്ന കുറച്ച് വായനയും നമുക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇത് കുറച്ചുകൂടെ നന്നായിട്ട് വന്നിട്ട് വായിക്കാനും അത് ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അല്ലെങ്കിൽ വൈഡായിട്ട് ക്ലാസ് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും നോട്ട്സ് എഴുതാനുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി തന്നെ ഇപ്പൊ സത്യം പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു ജോബിന് കയറാന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഓക്കെ കേട്ടോ. ആദിത്യം യെസ് മിസ്. മാറ്റം വന്നിട്ടുണ്ടോ ക്യാരക്ടറില്? മാറ്റം എങ്ങനെ എന്തുവാ, ആൾക്കാരുമായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് മാറ്റം വന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല കോൺഫിഡന്റ് ആണ്. സ്റ്റേജിൽ നല്ല രീതിയിൽ നല്ല കോൺഫിഡൻസോട് കൂടി നല്ല രീതിയിൽ എന്താ പറയാ സ്പീച്ച് ഒക്കെ പറയാനായിട്ട് ഓക്കെ ആണോ? അത്യാവശ്യം ഓക്കെ ആണ്. എന്നാലും അങ്ങനെ ഒത്തിരി ഞാൻ എന്താ മിസ്, സ്റ്റേജ് ഫിയർ ഉണ്ടല്ലോ നമുക്ക് സ്റ്റേജിൽ കയറി പ്രസന്റ് ചെയ്യാനൊക്കെയുള്ള പേടി. ആദ്യം ഒരു ഇതുണ്ട്, പിന്നെ അങ്ങ് കുഴപ്പമില്ലാതെ പൊക്കോളൂ. ഫസ്റ്റിലത്തെ ഒരു പ്രശ്നമുണ്ട്, സ്റ്റാർട്ടിങ് ട്രബിളും ഉണ്ട്. ഓക്കെ. സ്റ്റേജ് ഫിയർ പോയി, കാരണം നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഡെമോ ക്ലാസ് എടുത്തു കൊടുക്കേണ്ടതായിട്ട് വരും. മേ ബി ഇന്റർവ്യൂവിന്റെ ടൈമിൽ നിങ്ങൾ ഡെമോ ക്ലാസ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ വരാണെങ്കിൽ കോൺഫിഡൻസ് ആയിട്ട് ഡെമോ ക്ലാസും കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റില്ലേ? പറ്റും മിസ്. ഓക്കെ. ആഷ്മി? ഓക്കെ, ആഷ്മിയോട് എന്താ ചോദിക്കാം? ആഷ്മിയുടെ ടൈം നല്ല ടൈം, കാരണം നമ്മൾ കുട്ടിയുടെ സൈക്കോളജി കാര്യങ്ങളൊക്കെ പഠിച്ച് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഇനി ഡെലിവറിയുടെ കാര്യത്തിലേക്ക് വരുന്നത്. കുട്ടീനെ എങ്ങനെ കെയർ ചെയ്യുന്നതൊക്കെ ഓക്കെ ആണോ? അത് സത്യം. ഇപ്പൊ ഇത് ചേർന്ന കാരണം ഫ്യൂച്ചറിൽ ഇപ്പൊ എങ്ങനെയാണ് ചെറുപ്പം തൊട്ട് എങ്ങനെ ചെയ്യാൻ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഐഡിയ കിട്ടി. അല്ലെങ്കിൽ നമ്മൾ ഈ പണ്ടത്തെ പോലെ ട്രഡീഷണൽ മെത്തേഡ് വേണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്ത് പോയാന്. ഇപ്പൊ ഈ കോഴ്സ് ചേർന്ന കാരണം ഇപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോടും പറയാറുണ്ട് ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പൊ ഇപ്പോഴേ നമുക്ക് അതിനെ കുറിച്ച് ഒരു വ്യൂ പോയിന്റ് കിട്ടി. ഇപ്പൊ ചെറുപ്പം തൊട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ അമ്മമാരെങ്ങനെയാണ് നമ്മള് ചെയ്തേ അതേ ഒരു മെത്തേഡ് വരുന്ന ചിലപ്പോൾ നമ്മൾ ഫോളോ ചെയ്ത് പോയാന്. അപ്പൊ ഈ കോഴ്സ് ചേർന്നപ്പോ മെയിൻ ആയിട്ട് എനിക്ക് അത് കിട്ടിയൊരു പോസിറ്റീവാണ്. ഫ്യൂച്ചറിൽ തൊട്ടേ ആ ഒരു ഏജ് തൊട്ട് ഇൻഫന്റ് ഏജ് തൊട്ട് എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കാന്നുള്ളൊരു ഐഡിയ കിട്ടി. പിന്നെ ക്യാരക്ടർ വൈസ് എന്ന് പറയാനായിട്ട് ഇപ്പോ M.Com ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറെ നാൾ കഴിഞ്ഞ ശേഷമാണ് ഇപ്പൊ ഒരു കോഴ്സ് പഠിക്കുന്നത്. അപ്പൊ സെമിനാർ ഒക്കെ എടുത്തേക്കുന്നത് അന്ത കാലത്താണ്. പിന്നെ ജോലിക്ക് കയറിയ കാരണം അങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾക്ക് ശേഷം ആക്ടിവിറ്റീസ് ചെയ്യാനും പഠിക്കാനും അങ്ങനത്തെ ഒരു ഇതിക്ക് വന്നു. പിന്നെ സ്റ്റേജ് ഫിയർ എന്ന് പറയാനായിട്ട് എനിക്ക് ഞാൻ പഠിപ്പിച്ചിട്ട് വലിയ ക്ലാസ്സാ. ഞാൻ +2 ഒക്കെ പഠിപ്പിച്ചിരുന്നു. അപ്പൊ എനിക്ക് ചെറിയ ഈ കോഴ്സ് ചേർന്നപ്പോ നമ്മുടെ ആക്ഷൻ സോങ് ഒക്കെ പഠിപ്പിക്കുമ്പോ ആ കുട്ടികളുടേതായ രീതിയിൽ നമ്മൾ പഠിപ്പിക്കണല്ലോ, ആ ഒരു സ്ലാങ്ങിലൊക്കെ വരണല്ലോ. നമ്മൾ വലിയ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോ നമ്മൾ ജസ്റ്റ് പാടെടുത്തു പോവുക അങ്ങനെ ഇതായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ ആക്ഷൻ സോങ് ചെയ്യാനൊക്കെ ഭയങ്കര നാണം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ആവണേയുള്ളൂ, ആയിട്ടില്ല, ഇതിനു മുമ്പ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പരിചയം കൂടി എനിക്കില്ല. അങ്ങനെ കൊച്ചുങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത ഒരു ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ എനിക്കില്ല. അപ്പൊ ഭയങ്കര നാണമൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ആക്ഷൻ സോങ് ഒക്കെ ചെയ്യാൻ പറയുമ്പോ. പിന്നെ അത് ചെയ്ത് അങ്ങനെ ക്ലാസ് എടുത്ത് ചെയ്ത് കഴിയുമ്പോ പിന്നെ ആ ഒരു സ്ലാങ്ങിലേക്ക് ഇപ്പൊ വന്നു. ആ ഒരു കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നതിലേക്ക് ആ ഒരു വ്യൂ പോയിന്റിലേക്ക് വന്നു. അത് ഭയങ്കര ഇതായിരുന്നു. കോഴ്സ് ചേർന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ഷൈ ആയിരുന്നു ആക്ഷൻ സോങ് ചെയ്യാനൊക്കെ. ഇപ്പൊ അത് ഇതിന് മാറിയെന്ന് തോന്നുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ സെമിനാർ എടുക്കാൻ കുഴപ്പമുണ്ടായില്ല. ഇത് ഭയങ്കരമായിരുന്നു ഫസ്റ്റ്, ഭയങ്കര ഷൈനെസ് ഭയങ്കരമായിരുന്നു ആക്ഷൻ സോങ്ങും സ്റ്റോറിയൊക്കെ പറയാനൊക്കെ ആയിട്ട്. സൗമ്യ? സൗമ്യ 6 ആണോ മാം? സൗമ്യ അഭിലാഷ്. അതെ. ഞാൻ കുഞ്ഞു കുട്ടികളെ അക്ഷരം തൊട്ട് പഠിപ്പിക്കുന്നുണ്ട് മിസ്സേ. അപ്പൊ ആദ്യമാണ് ഇവരെ കുറവട്ട എഴുതിപ്പിക്കുമ്പോ ഇവർ എഴുതാതെ വരുമ്പോ എനിക്ക് ദേഷ്യം വരുവാണ്. അപ്പൊ ഞാൻ വഴക്ക് പറയും.
ഇപ്പം ഞാന് മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ ലെറ്റേഴ്സ്, അതൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കാണിക്കും. അപ്പൊ അന്നേരം നമുക്ക് കുറച്ചുകൂടെ ക്ഷമ കിട്ടുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള ഇത് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഞാന് നല്ല, അതായത് അവർ എഴുതിയില്ലെങ്കിലും ഇവർ കുറെ എഴുതാതിരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ, ഇവർ പഠിക്കത്തില്ലേ എന്നുള്ള ഒരു ടെൻഷനായിരുന്നു. അപ്പൊ ഇതുണ്ടല്ലോ മറ്റേ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിങ്ങനെ എടുത്തു വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തൊടിയിച്ച് കാണിച്ചിട്ട് ഇങ്ങനെ ചെയ്യിക്കും. അപ്പൊ പെട്ടെന്ന് അവരത് ഇങ്ങനെ പിടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ എത്തിച്ചിട്ടേ പിന്നെ സ്ലൈറ്റിൽ എഴുതിക്കുമ്പോൾ നല്ലത്. അപ്പൊ നമുക്ക് ഒത്തിരി ടെൻഷൻ അടിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്ന എനിക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. മറ്റേ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ മിസ്സിനോട് എന്തൊന്ന് മോന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു പ്രാവശ്യം. അവനിങ്ങനെ ഭയങ്കര കുസൃതിയാന്നൊക്കെ. അപ്പൊ അവനോടാണെങ്കിലും അന്നേരം പെട്ടെന്ന് ദേഷ്യം വരും, വഴക്ക് കുറെ അടിക്ക് കൊടുക്കും. അപ്പൊ ഇപ്പം അവനോടാണേലും ഒന്നും നമുക്ക് പെട്ടെന്ന് ഓർക്കും, ഇങ്ങനെയാണല്ലോ എന്നൊരു മൈൻഡിൽ ഇങ്ങനെ വരും, ഇങ്ങനെയാണല്ലോ പിള്ളേരോട്. ഇവന്റെ സ്കൂളിൽ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ടീച്ചർ ഇങ്ങനെ എന്നും അങ്ങ് വഴക്ക് പറയുന്ന ഒരു സ്ട്രാറ്റജി ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചർ എങ്ങനെ വഴക്ക് പറയല്ലേ, അവൻ മെന്റലി ഡൗൺ ആയി പോവും. അപ്പൊ ഇത് കേട്ടിട്ട് ആ ടീച്ചറിനോടുകൂടെ എനിക്കൊന്ന് ഇങ്ങനെയാണ് അവൻ മെന്റലി ഡൗൺ ആവും, ഞാൻ ഇങ്ങനെ കോഴ്സ് പഠിക്കുന്നത് അതിലിങ്ങനെ പറയുന്നുണ്ട്, ഒത്തിരി കുഞ്ഞുങ്ങളെ അങ്ങ് ഇതാക്കി കഴിഞ്ഞാൽ അവര് അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനൊക്കെ ഒരു മാറ്റം എനിക്ക് പേഴ്സണലി എനിക്കുണ്ടായിട്ടുണ്ട് എന്റെ ഒരു സ്വഭാവത്തിൽ. അതാണ് എനിക്ക്. പിന്നെ ഞാൻ എല്ലാ ക്ലാസ്സിലും എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ക്ലാസ്സും പ്രോപ്പറായിട്ട് കയറാൻ ഒരു തവണ മിസ് ഇതേപോലെ എന്തോ പറയാൻ എന്നെ വിളിച്ചപ്പോ ഞാൻ ആ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്കൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. സെന്ററിൽ അക്ഷയ സെന്ററിലായിരുന്നു ഇന്നെ. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം ഒന്നും പറയാൻ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക്. അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. അത് റിപ്ലൈ ഒന്നും തരാൻ പറ്റിയില്ല. ഞാൻ എപ്പോഴും ക്ലാസ് കംപ്ലീറ്റ് കേട്ടിട്ടൊന്നുമില്ല. എല്ലാം കേട്ട് വരുന്ന വർക്കെല്ലാം ഇപ്പൊ പോകാതിരുന്ന് ചെയ്യുക, അല്ലെങ്കിൽ തീരത്തില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ ക്ലാസ്സും കേട്ടിട്ടില്ല. എനിക്ക് ഈ ഇങ്ങനെയുള്ള ക്ലാസ് കേട്ടതിൽ പിന്നെ ഏറ്റവും കൂടുതൽ പുരോഗമനം ഇംഗ്ലീഷിന്റെ ഗ്രാമറിലാണ്. അത് സാറിന്റെ ആ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത രീതിയിൽ സാറ് ക്ലാസ് എടുത്തു. അതിൽ നല്ല മാറ്റമുണ്ട്. പിന്നെ മറ്റുള്ള ഇപ്പൊ മഷൂദി മാമിന്റെ ക്ലാസ്സിലാണെങ്കിലും മോമിന്റെ ക്ലാസ്സിലാണെങ്കിലും അല്ലാതെ കുട്ടികളോടുള്ള ബിഹേവിയർ അതിലൊരു നല്ല മാറ്റം. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ അതിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. രശ്മി. മിസ്സേ, ഞാനാണെന്നുണ്ടെങ്കിൽ ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞത് ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരി ഈ ക്ലാസ്സിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാബിറ എന്ന പേര്. അപ്പൊ ഞാനും സാബിറാത്തെയും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മക്കളെ കൊണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മക്കളെ കൊണ്ട് തെറാപ്പി സെന്ററിൽ, ഞങ്ങൾ രണ്ടുപേരുടെയും മക്കളെയും കൊണ്ട് സ്പീച്ച് ഡിലേ ഉള്ള മക്കളായിരുന്നു. അപ്പൊ അവരെയും കൊണ്ട് ഞങ്ങൾ തെറാപ്പി സെന്ററിൽ പോകുമ്പോൾ അവിടെ വെച്ച് എനിക്ക് കിട്ടിയൊരു കൂട്ടുകാരിയാ സാബിറാത്ത. അപ്പൊ ഞാനും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ മോനെയും കൊണ്ട് ഇങ്ങനെ തെറാപ്പിക്ക് പോയി തുടങ്ങിയപ്പോ ഞാൻ റിസൈൻ ചെയ്ത്. അപ്പോ ശരിക്കും ഞങ്ങളുടെ ഒക്കെ ലോകം മക്കള് അവരെ കൊണ്ട് പോന്നു, അവരെ എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ടുവരിക, നമ്മളെ പറ്റി ചിന്തിക്കുന്നില്ല. ഫുൾ അങ്ങനെ ഒരു രീതിയിൽ പോവായിരുന്നു. അപ്പോ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ സാബിറാത്ത എന്നോട് പറഞ്ഞു, എനിക്ക് വാട്സാപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്ന് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, നമുക്ക് ചേരാം, എന്തായാലും നമ്മളിങ്ങനെ ഇരിക്കുവല്ലേ. അപ്പോഴും എനിക്ക് ഡൗട്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആവശ്യം ചോദിച്ചു, അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആവശ്യം പറഞ്ഞില്ലടെ നമുക്ക് എന്തായാലും ചേരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചെങ്കിൽ ചേരാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ കോഴ്സിന് ചേരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ജോലിക്ക് പോകുന്നതിനേക്കാളും എന്റെ മോന് അവന് ഒരു ഡെവലപ്മെന്റൽ ഡിലേ ഉള്ള കുഞ്ഞാണ്. ഇപ്പൊ ഏകദേശം ഒരു വർഷത്തോളം അവന്റെ ഏജിനേക്കാളും അവന് ഡിലേ ഉണ്ട്. ഇപ്പൊ 6 വയസ്സ് കഴിഞ്ഞ് 7 വയസ്സ് ഉണ്ട്. ഒരു 6 വയസ്സിന്റെ ഡെവലപ്മെന്റേ ഉള്ളൂ. അവന് പഠിക്കാവുന്ന കാര്യത്തിലും എല്ലാത്തിലും ആ ഒരു ഡിലേ ഉണ്ട്. അപ്പൊ അവനെ എങ്ങനെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ അവനെ എങ്ങനെ സപ്പോർട്ട് കൊടുക്കാം, അതിനു വേണ്ടിയിട്ടാണ് ഒരു ജോലിക്ക് പോണം എന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിച്ചു വന്നത് എന്റെ മോന്റെ ലൈഫിൽ എനിക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താന്നുള്ളതായിരുന്നു. അത് ഞാൻ ഇതിനു മുമ്പ് ജിഷാമിസിന്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ അവൻ തന്നെ എഴുതും, സ്കൂളിൽ പോകുമ്പോ എഴുതും, വീട്ടിൽ വന്ന് ഞാൻ എഴുതടാ എന്ന് പറയും, പഠിക്കടാ. അപ്പൊ അവനൊക്കെ എനിക്ക് അറിഞ്ഞിട്ടായിരുന്നു അത്രയും അവനെ എങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ അവൻ അത് എത്രത്തോളം മനസ്സിലാവും എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ മിസ് മറ്റേ കൺട്രോൾഡ് ഫ്രീഡം അതിന്റെയൊക്കെ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ കുറെ അവനെ പഠിപ്പിക്കുന്ന രീതിയിലും അവന്റെ കാര്യത്തിലൊക്കെ ഞാൻ കുറെ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ടുള്ള കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി. ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നിട്ടാണെങ്കിലും അവന്റേതായിട്ടുള്ള ഇതിനു വേണ്ടി കുറച്ച് സമയം കൊടുത്തു, അവന് കളിക്കാൻ, അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അത് കഴിഞ്ഞ്
കഴിയുമ്പോൾ അവൻ തന്നെ വന്ന് എന്നോട് ഇങ്ങോട്ട് പറയും അല്ലെ പഠിക്കാം, അവൻ തന്നെ ഇഷ്ടത്തോടു കൂടി വരാൻ തുടങ്ങി. അങ്ങനെയൊക്കെ കൊടുത്തെങ്കിൽ എനിക്ക് ഭയങ്കര വ്യത്യാസം. ഞാനിത് ജിഷാമിസിന്റെ ക്ലാസ്സിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവന്റെ കാര്യത്തിൽ എനിക്കൊരു ഭയങ്കര ചേഞ്ച് കൊണ്ടുവരാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കൂടെ പറ്റി. എന്തൊക്കെ നമുക്ക് പിള്ളേരുടെ അടുത്ത് ചെയ്യാം, അതിനു മുമ്പ് നമുക്ക് അറിയത്തില്ലല്ലോ. ഇപ്പൊ എത്രയൊക്കെ പറഞ്ഞാലും നമ്മളൊരു പേരന്റാ, നമുക്കറിയാം നമ്മുടെ കുഞ്ഞിന് ഇത്രേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാലും മറ്റുള്ള പിള്ളേരെ കാണുമ്പോൾ നമുക്കൊരു വിഷം വരും. അയ്യോ നമ്മുടെ കുഞ്ഞിന് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എത്ര അങ്ങ് ക്ഷമിക്കാന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒന്ന് വഴക്ക് പറയും, അങ്ങനെ എന്താടാ ചെയ്യാത്ത, അങ്ങനെയൊക്കെ ഒരു രീതിയായിരുന്നു ഞാനും പഠിക്കുന്ന കാര്യത്തിലൊക്കെ. പക്ഷെ ഇത് പഠിച്ചതിന് ശേഷമാണ് എങ്ങനെ ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്. ഇതിനു മുമ്പ് ഈ നമ്മുടെ പ്രാക്ടിക്കൽ സെഷനിൽ മിസ് കാണിച്ച അപ്പാരറ്റസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. തെറാപ്പി സെഷനിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടെ ഇതൊക്കെ ഈ സെൻസറി ടോയ്സ് ഒക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ നമുക്ക് അറിയത്തില്ല അത് ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇന്നതാണ് അത് ഉപയോഗിക്കുന്നതെന്നൊക്കെ. ഞാൻ പിന്നെ ഈ പ്രാക്ടിക്കലിന്റെ ക്ലാസ് ഒക്കെ കണ്ടപ്പോഴാണ് ഇത് ഇന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ഇതിന് കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ ഇരിപ്പുണ്ട്, ഇവനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചത്. പക്ഷെ അന്നൊക്കെ ഇത് എന്തിനു വേണ്ടിയാ, എന്ത് ഉപയോഗം എന്നറിയാതെ വാങ്ങിച്ചത്. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെയൊക്കെ ഉപയോഗം കുറച്ചും കൂടെ ഇതാന്നുള്ള കാര്യം മനസ്സിലായത്. ഇനി ഞാൻ നേരത്തെ വർക്ക് ചെയ്യുമായിരുന്നു, ടീച്ചിങ് പ്രൊഫഷൻ തന്നെ ആയിരുന്നു. പക്ഷെ വലിയ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുമ്പം എനിക്കൊന്ന് കുറച്ചും കൂടെ ക്ഷമയും കാര്യങ്ങളും അതൊക്കെ കുറച്ചും കൂടെ നമുക്ക് വലിയ പിള്ളേരെ ഇതാക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ എഫേർട്ട് ഇടണം എന്നുള്ള കാര്യമൊക്കെ ഇതിനകത്തുനിന്നാണ് മനസ്സിലായത്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നുണ്ട് അവനിപ്പോ ഒരുവിധം ഓക്കെയാണ്. അപ്പം അടുത്ത വർഷം ആണെന്നുണ്ടെങ്കിൽ പോലും എനിക്കും ഒരു ജോലിക്ക് പോകാം എന്നൊരു കോൺഫിഡൻസ്. പിന്നെ ഒരു ശരിക്കും പറഞ്ഞ ഒരു 3-4 വർഷം കൊണ്ട് എനിക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയിട്ടുള്ള ഒരു അമ്മയായിരുന്നു ഞാൻ. അപ്പൊ ഈ കോഴ്സിന് ചേർന്നതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കുറച്ച് സമയം മാറ്റിവെക്കാൻ പറ്റി. അപ്പൊ നമ്മള് ഒക്കെ എനിക്കൊന്ന് ഇതിനകത്തുള്ള ഒരു 90% ആൾക്കാരും വീട്ടമ്മമാരാ. അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, നമ്മുടെ വീട്ടിലെ അടുക്കളപ്പണി ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അവിടെ നമ്മൾ നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നത് വളരെ കുറച്ചായിരുന്നു. ഈ കോഴ്സിന് ചേർന്നതിന് ശേഷം റെക്കോർഡ് എടുത്ത് തുടങ്ങിയപ്പോഴും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോഴും ഒക്കെ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞൊരു സമയം, അത് ഭയങ്കര ശരിക്കും അന്നേരം ഒരു ക്രേസ് ആയിരുന്നു. പണ്ട് കോളേജിലൊക്കെ പോകുന്ന സമയം, ഞാൻ 10 വർഷമായി PG കഴിഞ്ഞിട്ട്. ഈ 10 വർഷം പിന്നെ പഠിക്കുന്നില്ല, വീണ്ടും നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞൊരു സമയം കണ്ടെത്താൻ പറ്റി. അതും ഒരു വലിയ സന്തോഷം. ഇപ്പം പക്ഷെ എനിക്കൊരു 1.5 മാസമായിട്ട് റെഗുലറായിട്ട് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല, ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പൊ ലാസ്റ്റത്തെ കുറെ ക്ലാസ്സുകളൊക്കെ മിസ്സായി. എങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ കോഴ്സിന് വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. നാളെ എനിക്കും എൻ്റെ മോൻ്റെ കൂടെ ഒരു ജോലിക്കൊക്കെ പോകാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവനിലുണ്ടായ മാറ്റം തന്നെ എനിക്ക് ഏറ്റവും വലിയ മാറ്റം. അത് അത്രയേ ഉള്ളൂ മിസ്സേ പറയാൻ. മിസ്സേ, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് മിസ്സേ. ഞാനിവിടെ ഇപ്പൊ ഈ നമ്മുടെ ഓരോ പിങ്ക് ടവർ ഒക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ സ്പോഞ്ച് വെച്ചിട്ടോ, അപ്പൊ ഇത് കണ്ടിട്ട് എന്റെ അമ്മയും മോനൊക്കെ ചെയ്യും, അമ്മയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ, നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാ, അമ്മയ്ക്ക് ഇതിനൊക്കെയുള്ള കഴിവുണ്ടോ എന്നൊക്കെ പറയാം. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. മറ്റേ നമുക്കൊരു കഴിവില്ലാന്ന് ഉള്ളവരുടെ മുമ്പിലേ കഴിവുണ്ടെന്ന് തെളിയിക്കാണ്. മോൻ എന്നോട് ചോദിക്കും, അമ്മയ്ക്ക് ഇതൊക്കെ അമ്മയ്ക്കുണ്ട്. എന്നിട്ട് ഇപ്പൊ എന്നോട് പറഞ്ഞത് എന്താ അറിയോ, അമ്മ ഇത് കഴിയുമ്പോ ഇതെല്ലാം അമ്മ എനിക്ക് തരണേ, എനിക്കിതെല്ലാം എപ്പോഴും എടുത്തു വെച്ച് ഓരോ ടോയും പിന്നെ പിങ്ക് ടവർ ഇങ്ങനെ അടുക്കാനും. ഞാൻ പറയും പ്രാക്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞിട്ട് തരാം, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഉണ്ടാക്കേണ്ടി വരുമെന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ അധികം അങ്ങ് കൊടുക്കാതെ മാറ്റി വെച്ചേക്കുക. എന്നിട്ട് പറയാം, അച്ഛൻ വിളിക്കും, പറയാം അച്ഛ അമ്മ ഇതുണ്ടാക്കി, അച്ഛ അമ്മ അങ്ങനെ ഉണ്ടാക്കി, പാവ ഉണ്ടാക്കി. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ അത് തന്നെ മിസ്. ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പിങ്ക് ടവർ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഒരു ദിവസം ഞാൻ നോക്കിയപ്പം ഞാൻ കാണാതെ അവൻ തന്നെ ചെന്ന് കറക്റ്റ് ആയിട്ട് അതിങ്ങനെ അടുക്കി വെച്ചു. ഞാനത് അവൻ കാണാതെ വീഡിയോ എടുത്ത് ഞാൻ ക്ലാസ്സിന്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര സന്തോഷം തോന്നി. അവരത് നമ്മൾ ചെയ്ത് വെക്കുന്ന ഒരു കാര്യം. പിന്നെ ഇതുപോലെ അവൻ ഇന്ന് മാസ്ക് ആണെങ്കിൽ എല്ലാം ഇങ്ങനെ എടുത്തോണ്ട് വരും, എന്റെ അമ്മ ഇത് കണ്ടോ. ഞാൻ പറയും, മോനെ വൈവ കഴിയുന്നത് വരെ നീ അതവിടെ വയ്ക്കുക, അത് കഴിയുമ്പോൾ ഞാൻ നിനക്ക് കളിക്കാൻ തരാം എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെയും കൂടെ ഞാൻ വാങ്ങിച്ചത് വെച്ചതേ ഉള്ളൂ. അപ്പൊ അവന് ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ അവരത് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം. നമ്മൾ ചെയ്യുന്നതിന് ഒരു ഫലം ഉണ്ടല്ലോ എന്ന് മനസ്സിലായപ്പോ അതൊരു സന്തോഷം. ഷെമീറ. അതാ ഇനി പറയുന്നേ, പേര് വിളിച്ച് ചിലപ്പോൾ ലെഫ്റ്റ് ആയി കളയും. അജിത.
മിസ് എനിക്കതുപോലെ തന്നെ ഈ ക്ഷമയെന്ന് പറഞ്ഞ സംഭവമേ ഇല്ലായിരുന്നു. ഞാൻ മോള് ഇച്ചിരി ചില സമയത്ത് തോന്നും അവള് ചിലപ്പോൾ ഹൈപ്പർ ആണോ എന്ന് നമുക്ക് തോന്നും. അതുപോലെ അടങ്ങിയിരിക്കുകയില്ല, നോട്ടാ. ഞാൻ എല്ലാ കാര്യത്തിനും അടിക്കും, പഠിക്കാത്തതിനും അടിക്കും. ഒരു ദിവസം ജിഷ മിസ്സിന്റെ ക്ലാസ് കേട്ടിട്ട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ടീച്ചർ പറഞ്ഞു കേട്ടില്ലേ അമ്മേ, പിള്ളേരെ വഴക്ക് പറയല്ലേ, അടിക്കില്ലേ, കണ്ടോന്ന് പറഞ്ഞു. ഞാനപ്പൊ ശരിക്കും സ്റ്റക്കായ പോലെ ആയി. എനിക്ക് വിഷമവും വന്നു, ശരിയാണല്ലോ എന്ന് ഓർത്തു. ഇപ്പൊ അടിയൊക്കെ കുറഞ്ഞു. അപ്പം ഇളയ മോക്ക് 3 വയസ്സാകുന്നു. അപ്പൊ ഞാൻ അവളെ മൂത്ത ആളെ കുറേ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ചെറുതിനെ അടിക്കാൻ കൈ ഇങ്ങനെ പൊക്കുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് കൺട്രോൾ ചെയ്യും. കാരണം മൂത്ത ആളെ ഞാൻ കുറേ അടിച്ചു, എനിക്ക് പറയുമ്പോൾ തന്നെ വിഷമമാവും. അപ്പം രമ്യ വന്നുള്ള ക്ഷമ എന്ന് പറഞ്ഞ സംഭവം കുറേ ഞാൻ പഠിച്ചു. അതാണ് എനിക്ക് ഇതിന് ഒറ്റ ഉപയോഗം കറക്റ്റായിട്ടുണ്ടായത്, ക്ഷമിക്കാൻ. അത് കറക്റ്റായിട്ട് കിട്ടി എനിക്ക്. അതാണ് മിസ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ടീച്ചേഴ്സിൽ ആർക്കും ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത്? നമ്മുടെ ടീച്ചേഴ്സില് എല്ലാ ടീച്ചേഴ്സിനും ഐ തിങ്ക് സോ ജിഷ മാമിനല്ലേ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത്. ഭയങ്കര കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ജിഷ മിസ്സിനാണ് എനിക്ക് തോന്നുന്നു. ജിഷ മിസ്സിന് കുറച്ചുകൂടി എക്സ്പീരിയൻസ് കൂടുതലുണ്ട് തോന്നുന്നു. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്. അതേപോലെ തന്നെ ക്ഷമ അത്യാവശ്യം നല്ല കൂടുതലാണ്. നമ്മള് ഏത് സാഹചര്യം ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് ടെൻഷൻ ആവും. ഞാനാണെങ്കിലും ബാക്കി ടീച്ചേഴ്സ് ആയാലും പെട്ടെന്ന് ടെൻഷൻ ആവും ഞങ്ങള്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ കൂൾ ചെയ്ത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ജിഷ മാമിനുള്ള കഴിവ് വേറെ ആർക്കും ഇല്ല. ഞങ്ങളുടെ തന്നെ ഒരു എന്താ പറയാ റോൾ മോഡൽ തന്നെയാണ് ജിഷ മാം. ഓക്കെ, അപ്പൊ ക്ഷമയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ. എനിക്ക് അത്യാവശ്യം ഓക്കെ. നമ്മളുടെ ലാസ്റ്റ് ക്ലാസ് അല്ലേ, എന്നെ കുറിച്ച് എന്താ അഭിപ്രായം? എന്നുവെച്ചാല് ജസ്റ്റ് സജഷൻസ്, എന്തെങ്കിലും മാറ്റം വരുത്തിയ കൊള്ള എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ടീച്ചിങ് സ്റ്റൈലോ അങ്ങനെ എന്തെങ്കിലും? മിസ്സിന്റെ ക്ലാസ്സിനോട് നെഗറ്റീവ്സ് ആയിട്ടൊന്നുമില്ല. പക്ഷെ ചെറിയൊരു സജഷൻ പറയാൻ സത്യം പറഞ്ഞ ധൈര്യമില്ലേക്കല്ല. ക്ലാസ് എടുക്കുന്ന രീതി കുറച്ചുകൂടെ ആദ്യമൊക്കെ തോന്നിയിട്ടുണ്ട് ഒരു വൺ വേ ലൈൻ പോലെയാണ് തോന്നിയിട്ടുണ്ടായത്. കാരണം മിസ് ക്ലാസ് എടുത്ത് പോന്നു. പിന്നെ ഇപ്പോൾ ആയിട്ട് ചെറിയൊരു മാറ്റം ഇപ്പോഴാണ് വന്നിട്ടില്ലേ. കാരണം സ്റ്റുഡൻസിനെയും കൂടെ അതിലേക്ക് ചേർത്തിട്ട് ഇപ്പം കുറച്ചായിട്ടാണ് ആ ഒരു രീതിയിലേക്ക് മിസ് വന്നിരിക്കുന്നത്. മുമ്പ് ഫസ്റ്റ് മുഴുവൻ മിസ് വായിക്കുന്നു, മിസ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ ഒരു രീതിയും വേറെ രീതിയിലായിരുന്നു. കാരണം മിസ്സിന് തന്നെ ഉത്തരം പറയാനുള്ള രീതിയിലായിരുന്നു മിസ് ക്വസ്റ്റ്യൻസ് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മാറിയിട്ടുണ്ട്. അഭിപ്രായങ്ങളാണെങ്കിലും ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള ഒരു ടൈം ഞങ്ങൾക്കും കിട്ടുന്നുണ്ട്. അത് കുറച്ചുകൂടെ സ്റ്റുഡൻസ് ഒരു 2 വേ ഇന്ററാക്ഷൻസും കൂടെ വന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും തോന്നിയിട്ടുണ്ട്. ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവായി അങ്ങനത്തെ ഒന്നുമില്ല. വായിച്ചു വരുന്നതാണെങ്കിലും പറയുന്നത് കുറച്ചുകൂടെ നമുക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കുക എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം കുട്ടികൾ ഇപ്പം നമുക്ക് എപ്പോഴും ഇപ്പം ഒരേ ഏജ് ലെവലുള്ള ആളുകളായിരിക്കില്ല, പല ഡിഫറൻസ് ഉണ്ട്. അപ്പം കുട്ടികൾ പറയുമ്പോൾ ഇപ്പം എനിക്ക് 40 ആയി, ഇതിലുള്ള ഒരു കുട്ടി 23-24 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ബാച്ചിൽ. അപ്പൊ അവർക്ക് ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഇന്ററാക്ട് ചെയ്ത ക്ലാസ് ആണ് എനിക്കിഷ്ടം. എല്ലാവർക്കും അതിന്റെ ഒരു പ്രാക്ടീസ് കിട്ടുമ്പോഴാണല്ലോ നമുക്ക് ക്ലാസ് എടുക്കാനുള്ളൊരു ട്രെയിനിങ് വരുന്നത്. നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴാണല്ലോ നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു ഇത് തോന്നിയിട്ട് അതൊരു സജഷൻ ആണ്. മിസ് എടുക്കുന്ന ക്ലാസ്സിന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് മനസ്സിലാവായിക്കൊന്നുമില്ല. ഇങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ മനഃപൂർവ്വം ഇന്ററാക്ഷൻ കുറച്ചതാണ്. കാരണം നിങ്ങൾക്ക് മുമ്പുള്ള ബാച്ചുകളൊക്കെ ആയിട്ട് പറഞ്ഞാൽ നല്ല ഇന്ററാക്ഷനും കാര്യങ്ങളാണ്. കാരണം എന്താ, ഒരു ബാച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരിക്കും വരുന്നത്. ലാസ്റ്റ് പോയൊരു ബാച്ച്, ലാസ്റ്റത്തെ കോൺവെക്കേഷൻ കഴിഞ്ഞ ബാച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം അത്രയും ആ ഒരു ഡീപ്പായിട്ടുള്ള കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബാച്ച് പോകുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. നിങ്ങളോട് ഞാൻ അത്യാവശ്യം അകന്ന നിന്നത്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് 11ഓടും അത്യാവശ്യം കുറച്ച് ഡിസ്റ്റൻസ് എടുത്ത് കീപ്പ് ചെയ്ത് തന്നെ നിന്നത്. കാരണം അധികം ഇന്ററാക്ഷൻ അല്ലടാ, ശരി അങ്ങോട്ട് നമ്മള് ക്ലാസ്സിൽ ഇന്ററാക്ഷൻ കുറവായിരുന്നു. ഓക്കെയാണ്, ഞാൻ എന്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം, ആ ഒരു രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി നോക്കട്ടെ, ശ്രമിക്കാം.
നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ സത്യം വിചാരിച്ചത് ഓൺലൈൻ ക്ലാസ് ആയത് നമുക്ക് അത്രയേ ഉള്ളൂ, 1 അവറേ ഉള്ളൂ. ആ 1 അവറിൽ നമുക്ക് മാക്സിമം പോർഷൻസ് കവർ ചെയ്യണം, പിന്നെ പ്രാക്ടിക്കൽസ് ഉണ്ട്, അത് എല്ലാം കൂടി ആയതുകൊണ്ടാണ് ആ ഒരു ഇൻട്രാക്ഷൻസ് സ്റ്റുഡൻസിനോട് കീപ്പ് ചെയ്യാത്തതെന്നാണ് വിചാരിച്ചത്. അതിന്റെ ഉള്ളിൽ ഇങ്ങനെയൊരു ഫീലിങ്സ് ഉണ്ടെന്നുള്ളത് ഇപ്പൊ മിസ് പറഞ്ഞപ്പോൾ അത് സത്യാവസ്ഥയാണ്. നമുക്ക് ഒരു അറ്റാച്ച്മെന്റ് വന്നാൽ നമുക്കത് ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമുക്കത് ഒരു ഫീലിങ്സ് തന്നെയാണ്. പിന്നെ എനിക്ക് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓവറായിട്ട് ഇന്ററാക്ഷൻ പാടില്ല എന്നൊരു ഒരു ചെറിയ സർക്കുലേഷൻ പോലെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ഓവർ ആവാൻ പാടില്ല, നോർമൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻ 2-way കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്, എന്നാലും ഓവർ ആവാൻ പാടില്ല എന്നുള്ളൊരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തുടക്കം മുതൽ ഞാൻ കുറച്ച് അകന്ന് നിന്നായിരുന്നു നിങ്ങളുടെ അടുത്തൊക്കെ. ഓക്കെ, കോൺവെക്കേഷൻ ഒക്കെ വരുമോ നിങ്ങള്? മിസ് അത് എപ്പോഴായിരിക്കും സംസാരിക്കണം കേട്ടോ. എപ്പോഴത്തേക്കായിരിക്കും ആ ഒരു ഡേറ്റ് വരുന്നതെന്ന് അറിയോ? മേ ബി 2 months, ഒരു ഫെബ്രുവരി ആയിരിക്കും, ഫെബ്രുവരി ആയിരിക്കും കോൺവെക്കേഷൻ ഒക്കെ വരുന്നത്. അത് ഒരു 1 day കൊണ്ട് കഴിയുന്ന ഒരു നമ്മൾ അതങ്ങനെ 1 day കൊണ്ടുള്ള 1 day പ്രോഗ്രാം, അതായത് നമുക്ക് ഒരു അന്ന് തന്നെ വന്ന അന്ന് തന്നെ റിട്ടേൺ പോരാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാം ആണോ മാം? കാരണം ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ്, അപ്പൊ നമുക്ക് അവിടെ വരെ വരുന്നതിന് പത്തനംതിട്ട ജില്ലയാണ്. വരാൻ പറ്റുമോ? 1 day വന്ന് പോവാൻ പറ്റും. അവിടെ ട്രെയിൻ ഉണ്ടോ? ട്രെയിൻ ഉണ്ട്, എനിക്ക് സമയമൊന്നും അറിയണം. നമുക്ക് അല്ലാതെ വരുവാണെങ്കിൽ ഇപ്പം ഹസ്ബൻഡ് ഒന്നും നാട്ടിലില്ല, അപ്പം ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തേ വരാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് അന്ന് തന്നെ തിരിച്ചു പോരാൻ, സ്റ്റേ ചെയ്യാതെ തിരിച്ചു പോരാൻ പറ്റും കേട്ടോ. കാരണം തിരിച്ചു പോരാൻ പറ്റും. കാരണം രാവിലെ ഒരു 9:30, 10 o'clock ആകുമ്പോഴേക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സാധാരണ പ്രോഗ്രാം സാധാരണ കോൺവെക്കേഷൻ ഒക്കെ ആണെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യും. MTയുടെ കോൺവെക്കേഷൻ സാധാരണ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, കാരണം നമ്മളുടെ കുട്ടികളുടേതായ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ അങ്ങനെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ വെയിറ്റ് ചെയ്യണം എന്നുണ്ടോ? മീൻസ് ലേറ്റ് ആയാൽ? ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പോവാം. നമ്മുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക, അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാം. ബാക്കിയുള്ള സർട്ടിഫിക്കറ്റും കൂടി ഉണ്ട്, അതും കൂടി വാങ്ങിക്കുക, അത് സൈൻ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഇത് കഴിഞ്ഞു, പ്രോഗ്രാമിന്റെ ഭാഗം കഴിഞ്ഞു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് പോരാം. രാവിലെ വന്നു കഴിഞ്ഞാൽ പോരാൻ പറ്റും. പത്തനംതിട്ട അല്ലേ പറഞ്ഞത്? പോരാൻ പറ്റും. ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ വരുന്നതാണ് കുട്ടികള്. പത്തനംതിട്ടയാണ് ഇപ്പം മെഡിക്കൽ കോളേജ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കോന്നി മെഡിക്കൽ കോളേജ് കേട്ടിട്ടുണ്ടോ മാം? അതൊക്കെ ഞങ്ങളുടെ സ്ഥലത്താണ്. പത്തനംതിട്ട കോന്നി എന്ന് പറയും ഞങ്ങളുടെ സ്ഥലം. വന്ന് പോരാനായിട്ട് പറ്റുമായിരിക്കും. നിങ്ങൾ ട്രെയിൻ ഒക്കെ നോക്ക്, അവൈലബിൾ ആണോ? ചിലപ്പോ രാവിലെ ഒത്തിരി നേരത്തെ ഇറങ്ങേണ്ടതായിട്ട് വരും. നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ വന്നിട്ടേ അങ്ങനെ തിരിച്ചു പോരാന്നുള്ള ഇതിലാണ്, ട്രെയിൻ അല്ല, അല്ലാതെ. എപ്പോഴും വന്നാലും അന്ന് തന്നെ ഒരാളെ നമ്മൾ ഒത്തിരി 2 ദിവസമൊക്കെ ആകുമ്പം അവർക്കതൊരു ബുദ്ധിമുട്ടല്ലേ ആരെങ്കിലും വിളിച്ചോണ്ട് വരുമ്പോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഈ സെറമണിക്ക് വരാത്തവരുണ്ടെങ്കിൽ മെഡലിന്റെ ക്യാഷ് ഒക്കെ. അപ്പൊ ഞാൻ അറിയുന്നത് വരാതെയും നമുക്ക് വരാതിരിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, വരുന്ന മൊബൈലിലൊക്കെ കാണുമ്പോഴേ ഭയങ്കര ആഗ്രഹമാണ് വരാനും. ആ ഒരു എന്നിട്ട് ഞാൻ ഇവിടെ ഹസ്ബൻഡിനോട് പറഞ്ഞു ലീവ് എടുക്കണം, അമ്മയും മോനും എല്ലാം വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ കൂടെ നമുക്ക് നമ്മുടേതായ ഒരാൾ വരാനില്ലാതെ വരുമ്പം നമുക്ക് അതൊരു ഇത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്തായാലും വരണമെന്നാണ്, ഭയങ്കര ആഗ്രഹമാണ് വരണമെന്ന്, മാക്സിമം വരണമെന്ന്. അതാ ഞാൻ ചോദിച്ചത്. ഇപ്പം അന്ന് തന്നെ തിരിച്ചു വരാം, ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അന്ന് തന്നെ തിരിച്ചെങ്കിൽ പോരാൻ പറ്റുമോ എന്നാണ് അറിയാൻ. ഓക്കെ ഓക്കെ. ഒരു 1 o'clock ആകുമ്പോഴേക്കും നമ്മുടെ ഒഫീഷ്യൽ പ്രോഗ്രാം ഏകദേശം കംപ്ലീറ്റ് ആവും. നമുക്ക് ഇവിടുന്ന് ഒരു 4 hours അത്രയൊക്കെ ഉണ്ടാവും. അത്രയും ഉണ്ടെന്ന് തോന്നുന്നു. 4 മണിക്കൂർ യാത്ര അത്രയൊക്കെയാന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ, അത്രയും സമയം എടുക്കത്തുള്ളൂ. നോക്ക്, നിങ്ങള് ഗൂഗിൾ മാപ്പിലൊക്കെ ഒന്ന് നോക്ക്, ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ. മാക്സിമം എല്ലാവരും വരാൻ നോക്കുക. വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഞങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. ഇപ്പൊ എന്താ പറയാ, അശ്മി ചിലപ്പോ കാണാൻ പറ്റില്ല, അശ്മി ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ.
ചിലപ്പോ ഓരോരുത്തരുടെയും ഇമേജ് ആയിരിക്കും ഓർമ്മയിലേക്ക് വരുന്നത്. ഇപ്പൊ സുചിത എന്ന് പറയുമ്പോ എനിക്ക് ഈ ഒരു ക്യാമ്പസ് ഇമേജ് ഓർമ്മയിൽ വരുന്നത്. എന്നുവെച്ചാല് ആ ഒരു ഇമേജ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ വന്നത് സംസാരിക്കുക വേണം കേട്ടോ. ഞങ്ങൾക്ക് നിങ്ങളെ പരിചയം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ പരിചയം ഉണ്ടാവും അല്ലെ? എനിക്ക് വരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വരും മാം. ഓക്കെ, എവിടെ വീട്? എന്റെ ഇവിടെ എന്റെ സ്വന്തം വീട് മാള, കൊമ്പത്തുകട എന്ന് പറയും, പുത്തഞ്ചിറ സൈഡ്. മാള ഇവിടെ അടുത്താണോ? എറണാകുളം പറവൂരിന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പ്രാക്ടിക്കൽ ക്ലാസ്. ഞാൻ 4-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് ഒരു 45 മിനിറ്റ് എന്റെ വീട്ടിൽ നിന്ന്. ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ദൂരമുണ്ട്. സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിൽ വരാൻ പറ്റുമല്ലോ അല്ലേ? അടുത്തല്ലേ? ഫെബ്രുവരി ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. വരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വരും. ഫെബ്രുവരി ആ ഒരു ടൈം ആയിരിക്കാം. സാധിച്ചാണെങ്കിൽ വരും. മിസ് ചെയ്യില്ല. വരാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ മിസ് ചെയ്യില്ല. നമ്മുടെ ഡിസംബറിലെ നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമും കൂടെ ഉള്ളൂ. അപ്പം ജനുവരി ഫെബ്രുവരി ആ മാസം 2 മാസം കൂടെ ഇല്ലേ? അപ്പൊ അന്നേരം നമുക്ക് ഇതൊന്നും ഇല്ല. ഇതോടുകൂടി കഴിയുക ക്ലാസ് ഒക്കെ. ഇതോടുകൂടി കഴിയാണ്. കാരണം നിങ്ങൾക്ക് ഫോണിക്സിന്റെ ക്ലാസ് കിട്ടിയോ? കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു തവണ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ക്ലാസ് ഏകദേശം കംപ്ലീറ്റ് ആവും. പിന്നെ നിങ്ങൾ എക്സാംസ് പ്രിപ്പയർ ചെയ്യും. ആ സമയത്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചിലപ്പോ വരാം. ചെറിയ ചാപ്റ്റേഴ്സിൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതിന്റെ നമ്പർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോട്ടോ. ആ ടൈമിൽ ചിലപ്പോൾ ഇനി നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവില്ലല്ലോ. ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ക്ലാസ് അല്ലേ, കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോ ഈ MT10 എന്നുള്ള ക്ലാസ് റൂം ഡിലീറ്റ് ആകുമോ? ഇല്ലാടാ, അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ക്ലാസ് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്ലാസ് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുമോ? പറ്റും. ഗൂഗിൾ ക്ലാസ് റൂമിൽ നിന്ന് പോകില്ല, കാരണം അത് അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും. എപ്പോ വേണമെങ്കിലും റെക്കോർഡ് ക്ലാസ്സും വീഡിയോ ക്ലാസ്സും ഒക്കെ റെഫർ ചെയ്യാൻ പറ്റും. പ്രാക്ടിക്കൽ മെറ്റീരിയൽസിന്റെ ഒക്കെ ചിലപ്പോൾ നമ്മൾ എത്ര ചെയ്ത് നോക്കി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ചിലപ്പോൾ അത് നമുക്ക് ഡൗട്ട് വരാനുള്ള ചാൻസ് ഉള്ളു. അപ്പൊ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. പിന്നെ വൈവയുടെ ലിസ്റ്റ് വരുന്നതും നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും. അപ്പൊ അതനുസരിച്ച് മാക്സിമം വൈവയ്ക്ക് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഇനി ഫ്രൈഡേ 12 to 1 o'clock എനിക്ക് MT10 ക്ലാസ് കൂടുതൽ ഉണ്ടാവില്ല. അപ്പോ എന്താ പറയാ, എല്ലാവരും നമ്മൾ ഈ ഒരു കോഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഈ കോഴ്സ് കൊണ്ട് നല്ല ബെനിഫിഷ്യറീസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ പ്രാർത്ഥിക്കാം നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ജോബും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഇതേപോലെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോ താങ്ക് യു ഓൾ. ഞാൻ എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഞങ്ങളുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ജനുവരി തൊട്ട് ക്ലാസ് എടുത്ത മിസ്സിനും ഞങ്ങളുടെ എല്ലാവരുടെയും പേര് കുറെ പേര് കയറിയിട്ടില്ല. അപ്പൊ മിസ് നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ടൊക്കെ ചെയ്തതിനും പിന്നെ നേരത്തെ സുജിത പറഞ്ഞ പോലെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ മിസ്സുമാരിങ്ങനെ വായിപ്പിച്ചിട്ട് ഇത് ചെയ്യും. അതാണ് ഉദ്ദേശിച്ചത്. മിസ് ഇപ്പൊ അത് പക്ഷെ ക്ലാസ് മിസ്സിനും അടിപൊളിയാണ്. അപ്പൊ ഇത്രയും നാളെ ഞങ്ങള് എന്താ പറയാ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളും കുറച്ച് ഉഴപ്പ് പോലെയാണല്ലോ പ്രയറിൽ അങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ മിസ്സും അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കൂടെ സപ്പോർട്ടായി നിന്നതിന് മിസ്സിനും ബിഗ് താങ്ക്സ്. മിസ്സിനും ഞങ്ങൾ ബെസ്റ്റ് വിഷസ് നേരുന്നു. ഇനിയുള്ള ബാച്ചിനും ഇതുപോലൊക്കെ മിസ് ക്ലാസ് എടുക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്ന മിസ്സിനും ഞങ്ങൾ താങ്ക് യു പറയണം ഫ്രോം ദ ബോട്ടം ഓഫ് ഹാർട്ട്. താങ്ക് യു ഓൾ. ഇന്ന് എന്തായാലും നന്നായി, കാരണം അശ്വദീപ്സിന്റെ ക്ലാസ് ആയതുകൊണ്ട് എന്റെ ലാസ്റ്റ് ക്ലാസ് ഇത്രയും കുട്ടികളെ കാണാൻ പറ്റി. ഇപ്പോ കാണാനായിട്ട് അവസരം നേരിട്ടല്ലേ കാണാനുള്ള അവസരമുള്ളൂ. നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം. താങ്ക് യു ഓൾ. അങ്ങനെയൊന്നുമില്ല മിസ്സേ. ഇത് അശ്വതി മിസ്സിന്റെ ക്ലാസ് ഇതിപ്പോ പൊതുവെ ഇപ്പം കഴിഞ്ഞ കുറച്ച് വീക്സ് ആയിട്ട് ക്ലാസ്സിലെ സ്റ്റുഡൻസ് കുറവാണ്. കഴിഞ്ഞ ആഴ്ച ജിഷ മിസ്സിന്റെ ക്ലാസ്സിൽ ഞാനും ആദിത്യ എന്നൊരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1 hour ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കുറച്ചായിട്ട് കുട്ടികൾ കുറവാണ്. അല്ലാണ്ട് മിസ്സിന്റെ ക്ലാസ്സിൽ കുട്ടികളെ കയറാതിരിക്കുന്നൊന്നുമില്ല. കുട്ടികളെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹാപ്പി. ഇത്രയും കുട്ടികളെ മാസമായിട്ട്
നമ്മൾ എൻകിറ്റനിൽ കുട്ടികൾ കുറവായിരുന്നു, സ്ട്രെങ്ത് വളരെ കുറവായിരുന്നു. അതുകൊണ്ടാ അങ്കിതയോ താങ്ക് യു മിസ് ഫോർ ദ അങ്കിത സപ്പോർട്ടിങ്. പ്രാക്ടീസ് കയറിയല്ലേ? അങ്ങനെ പ്രാക്ടീസിന് കയറിയേക്കാം മാം. അന്വേഷിച്ചത് പറയണേ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മിസ് ഞാൻ അന്വേഷിച്ച കാര്യമൊക്കെ. എനിക്ക് കുറച്ച് പേര് മാത്രമേ ഇത് ഓർമ്മയുള്ളൂ, ആഷ്മി, സുജിത, അവരൊക്കെ PGയും കൂടി വരുമ്പോ കുറച്ചും കൂടി ഓർമ്മയുണ്ട്. ഡിപ്ലോമ കുട്ടികളെ ഞാൻ അധികം കോണ്ടാക്ട് ഇല്ലാത്ത കേട്ടാ. എല്ലാവരും വന്ന് സംസാരിക്കൊക്കെ വേണം. താങ്ക് യു ഓൾ. മാം PG ക്ലാസ്സിൽ കാണുമല്ലോ അല്ലേ? എന്താണ് PG ക്ലാസ്സിൽ കാണില്ലേ? PG ക്ലാസ്സിൽ കാണും, ഇന്നും കൂടി ഉള്ളു ലാസ്റ്റ് ക്ലാസ് തോന്നുന്നു. നീ കാണാറില്ല. അതില് തീരാറായോ മാമിന്റെ ക്ലാസ്? എന്റെ പോർഷൻ തയ്യാറായടാ, ഇവിടെ കഴിയാറായി. ചിലപ്പോ റിവിഷൻ ഉണ്ടാവും കേട്ടോ, കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം സ്പീഡിലാണ് പോയത്. അതുകൊണ്ട് ഞാൻ റിവൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. റിവിഷൻ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും, എനിക്കും നിങ്ങൾക്കും കുറച്ചും കൂടി നല്ലതായിരിക്കും തോന്നുന്നു. റിവിഷൻ ക്ലാസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും മിസ്. കാരണം PG അത്യാവശ്യം നല്ല ടഫാണ്. നമ്മുടെ ഡിപ്ലോമ ചാപ്റ്റർ ടഫ് എന്ന് ഉദ്ദേശിക്കുന്ന കണ്ടന്റ് ആണ്. അത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും, നമ്മള് ക്ലിയർ ആയിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.